ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ. പ്രധാന ജീവിതശൈലി രോഗങ്ങളാണ് പൊണ്ണത്തടി, കൊളസ്ട്രോൾ, ആർത്രൈറ്റിസ്, രക്തസമ്മർദ്ദം, ഡയബറ്റീസ്, അതിറോക്ലീറോസിസ്, ഫാറ്റി ലിവർ എന്നിവ. ഇപ്പൊ പൊണ്ണത്തടി നമുക്കറിയാം അല്ലെ, അമിതമായിട്ടുള്ള ഭാരം ശരീരത്തിന് വെക്കുന്നതാണ് പൊണ്ണത്തടി. കൊളസ്ട്രോൾ നമുക്കറിയാം, ശരീരത്തിലെ കൊഴുപ്പടിഞ്ഞു കൂടുന്നതാണ്. ആർത്രൈറ്റിസ് നമുക്കറിയാം, വാതരോഗങ്ങളാണ്. രക്തസമ്മർദ്ദം അറിയാം, ഡയബറ്റീസ് അറിയാം. അതിറോക്ലീറോസിസ് അതിനെപ്പറ്റി നമ്മൾ പറയുന്നുണ്ട്. ഫാറ്റി ലിവർ നമുക്കറിയാം, കരളില് കൊഴുപ്പടിഞ്ഞുകൂടി കൊഴുപ്പിന്റെ അളവ് കൂടുന്നതാണ് കരളില്. അപ്പൊ പ്രധാന ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? പൊണ്ണത്തടി, കൊളസ്ട്രോള്, ആർത്രൈറ്റിസ്, രക്തസമ്മർദ്ദം, ഡയബറ്റീസ്, അതിറോക്ലീറോസിസ്, ഫാറ്റി ലിവർ. അപ്പം ഇതിന്റെ ക്വസ്റ്റ്യൻ, ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ്? ജീവിതശൈലി രോഗത്തിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ പെടുന്നത് ഏത്, കൂടുതലും പെടാത്തത് ഏതെന്നൊക്കെ ആയിരിക്കും. അതിറോക്ലീറോസിസ് ഒക്കെ ഓർത്ത് വെക്കുക. ബാക്കിയൊക്കെ നമുക്ക് ഏകദേശം കണ്ടാലും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ: ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത്, അല്ലെ, ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ കൂടുതലും കാരണങ്ങളാകാറുണ്ട്. പിന്നെ എന്താണ്? മദ്യപാനം, പുകവലി, വ്യായാമമില്ലായ്മ, ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം, ആഹാരത്തിലെ പോഷകക്കുറവ്, മയക്കുമരുന്ന് ഉപയോഗം എന്നിവയൊക്കെയാണ് ജീവിതശൈലി രോഗത്തിന്റെ കാരണങ്ങൾ. അപ്പൊ എന്തൊക്കെയാണ്? ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത്, വ്യായാമമില്ലായ്മ, പുകവലി, മദ്യപാനം, ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം, ആഹാരത്തിൽ പോഷകക്കുറവ്, മയക്കുമരുന്ന് ഉപയോഗം എന്നിവയൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ. ഈ പൊണ്ണത്തടി എന്താണ്? ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ശരീരത്തിലെ കൊഴുപ്പടിഞ്ഞു കൂടുന്നതാണ് പൊണ്ണത്തടി എന്ന് പറയുന്നത്. പൊണ്ണത്തടിക്ക് കാരണം ഉണ്ടായേക്കാവുന്ന മറ്റു ജീവിതശൈലി രോഗങ്ങളാണ് ഹൃദ്രോഗങ്ങൾ, പക്ഷാഘാതം, ടൈപ്പ് 2 പ്രമേഹം, ഹോർമോണുകളുടെ അസന്തുലനം, ഫാറ്റി ലിവർ, അർബുദം എന്നിവ. ഇപ്പൊ പൊണ്ണത്തടി കാരണം ഉണ്ടായേക്കാവുന്ന മറ്റ് ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? ഹൃദ്രോഗങ്ങൾ ഉണ്ടാകാം, അല്ലെ, ഹൃദ്രോഗങ്ങൾ വരാം, പക്ഷാഘാതം വരാം, ടൈപ്പ് 2 പ്രമേഹം, ഹോർമോണുകളുടെ അസന്തുലനം, ഫാറ്റി ലിവർ, അർബുദം എന്നിവയൊക്കെ പൊണ്ണത്തടി കൊണ്ടുണ്ടാകുന്ന മറ്റു രോഗങ്ങളാണ്. പൊണ്ണത്തടി കാരണമായി ഉണ്ടായേക്കാവുന്ന ഹൃദ്രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻജിന നമ്മൾ പറയുന്നുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട്, ഹൃദയാഘാതം, ഉയർന്ന കൊളസ്ട്രോളിന്റെ അളവ്, ത്രോംബോസിസ്, അതിറോക്ലീറോസിസ് എന്നിവയൊക്കെയാണ് പൊണ്ണത്തടി കാരണമായി ഉണ്ടായേക്കാവുന്ന ഹൃദ്രോഗങ്ങൾ. ആൻജിന, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയാഘാതം, ഉയർന്ന കൊളസ്ട്രോളിന്റെ അളവ്, ത്രോംബോസിസ്, അതിറോക്ലീറോസിസ് എന്നിവയാണ്. ഇനി പൊണ്ണത്തടി കാരണം നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടായേക്കാവുന്ന രോഗങ്ങളാണ് സ്ട്രോക്ക്, മൈഗ്രെയിൻ, അല്ലെ. സ്ട്രോക്ക് നമുക്കറിയാവുന്നതാണ്, നമ്മളിപ്പോഴും കേൾക്കുന്നതാണ്. മൈഗ്രെയിനും നമുക്കറിയാം, അല്ലെ, തലവേദനയാണ്, അല്ലെ. പൊണ്ണത്തടി കാരണം നാഡീവ്യവസ്ഥയ്ക്ക് ഉണ്ടായേക്കാവുന്ന രോഗങ്ങളാണ് സ്ട്രോക്ക്, മൈഗ്രെയിൻ എന്നിവ. പൊണ്ണത്തടി കാരണം പിത്താശയ കല്ലുകൾ വിവിധ ശരീരഭാഗങ്ങളിൽ ക്യാൻസർ എന്നിവയുണ്ടാക്കും. പൊണ്ണത്തടി കാരണം പിത്താശയ കല്ലുകൾ വിവിധ ശരീരഭാഗങ്ങളിൽ ക്യാൻസർ എന്നിവയുണ്ടാക്കും. പിത്തരസത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നതാവുമ്പോൾ ഉണ്ടാകുന്നതാണ് കൊളസ്ട്രോൾ പിത്താശയ കല്ലുകൾ. അപ്പൊ പിത്തരസത്തിൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്നതാണ് കൊളസ്ട്രോൾ പിത്താശയ കല്ലുകൾ എന്ന് പറയുന്നത്. ഇനി ഫാറ്റി ലിവർ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവറും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും ആണുള്ളത്. നമുക്കത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ആൽക്കഹോളിക് എന്ന് വെച്ചാൽ മദ്യം കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന നോൺ ആൽക്കഹോളിക്, മദ്യത്തിന്റെ ഉപഭോഗം ഇല്ലാതെ ഉണ്ടാകുന്ന ഫാറ്റി ലിവറുകൾ. അങ്ങനെ രണ്ട് തരത്തിലാണ് ഉണ്ടാകുന്നത്. കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. അപ്പം എന്താണ്? കരളില് അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പൊണ്ണത്തടി കണ്ടുപിടിക്കുന്നതിനുള്ള ശാസ്ത്രീയ രീതി. ബോഡി മാസ് ഇൻഡെക്സ് ആണ്. ബോഡി മാസ് ഇൻഡെക്സ്, BMI എന്ന് പറയും. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? BMI എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ആണ്. ഹൈറ്റിന്റെ സ്ക്വയർ ആണ്. വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റിന്റെ സ്ക്വയർ ആണ്. അതായത് ഇപ്പം നമുക്ക് എത്രയാണ്? ഒരു 60 കിലോ ഉണ്ടെന്നിരിക്കുക. നമുക്കിപ്പോ ഒരു 60 കിലോ ഭാരമുണ്ട്. നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത് മീറ്റർ കണക്കിലെടുത്താൽ ഒരു 155 സെന്റിമീറ്റർ 155 സെന്റിമീറ്റർ ആണെന്നിരിക്കുക. അതിന്റെ സ്ക്വയർ നമ്മൾ എടുക്കണം, മീറ്റർ കണക്കിലെടുക്കുക. ഇപ്പം 155
1.55ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്ര വരും ഏകദേശം? 2.4 വരാം അല്ലെ? 2.4025 വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ 60 ഡിവൈഡഡ് ബൈ 2.4025 ചെയ്യുക. എത്ര വരും? 24 വരും. 24 സംതിങ് ആണ് വരുന്നത്. അപ്പം നമ്മൾ പൊണ്ണത്തടിയാണെന്ന് കണക്കാക്കുന്നത് എത്രയാണ്? അമിതവണ്ണം എന്ന് കണക്കാക്കുന്നത് എത്രയാണോ? 30 മുകളിലോട്ട് വരുമ്പോഴാണ്. 30 മുകളിലോട്ട് വരുമ്പോഴാണ് നമുക്ക് അമിതവണ്ണം എന്ന് നമ്മൾ പറയുന്നത്. 25 മുതൽ 29.9 വരെയൊക്കെ ആണെങ്കിൽ അമിതവണ്ണം എന്ന് പറയാം. ഭയങ്കര വണ്ണം, ഭയങ്കര പൊണ്ണത്തടി എന്ന് പറയുന്നത് ഈ 30 മുകളിലോട്ടാണ്. അത് സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ 25നും 29.9 ഇടയ്ക്കാണെങ്കിൽ അമിതവണ്ണം എന്ന് പറയാം. പിന്നെ അതിൽ താഴെ ഒരു 18.5 താഴെ വരുമ്പം എന്താണ്? ഭയങ്കര ഭാരക്കുറവാണ്. 18.5 താഴെ വരുമ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെയിറ്റ് ഇല്ല എന്ന് വേണമെന്ന് പറയാം. ബാക്കി 24 വരെ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ 25 താഴെ എന്നൊക്കെ പറയുന്നത് ഏകദേശം നോർമൽ ആയിട്ടുള്ള ഒരു വെയിറ്റ് ആണ്. പ്രശ്നം ഇല്ലാത്തൊരു വെയിറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കൊഴുപ്പടിഞ്ഞ രക്തധമനികളിൽ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദം. കൊഴുപ്പടിഞ്ഞ രക്തധമനികളിൽ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദം. SBP 140 കൂടുതലും DBP 90 mmHg കൂടുതലുമാകുമ്പോൾ വരുന്നതാണ് ഉയർന്ന രക്തസമ്മർദ്ദം. അതായത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 140 കൂടുതലും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 90 mmHg കൂടുതലുമാവുമ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം പലപ്പോഴും അനാരോഗ്യകരമായ ജീവിതശൈലി ശീലങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് പുകവലി, അമിതമായ മദ്യപാനം, അമിതഭാരം, വേണ്ടത്ര വ്യായാമം ചെയ്യാതിരിക്കുക തുടങ്ങിയവയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ രക്തസമ്മർദ്ദം കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പുകവലി, അമിതമായ മദ്യപാനമുണ്ട്, അമിത ഭാരം കൊണ്ടുവരാം, വേണ്ടത്ര വ്യായാമം ഇല്ലാതെ വരാം, അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങൾ കൊണ്ട് വരാം. ഇനി രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാം. ഒബ്ജക്റ്റീവ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സ്ഫിഗ്മോമാനോമീറ്റർ എന്നൊക്കെ പറയുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർക്ക് നിർദ്ദേശിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങളാണ് ഉപ്പ് കുറവുള്ളതും കൊഴുപ്പിന്റെ അളവ് കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കുക. അപ്പൊ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരോട് ഉപ്പ് കുറച്ച് കഴിക്കാൻ പറയും അല്ലെ? അച്ചാറൊന്നും കഴിക്കരുത്, പപ്പടം കഴിക്കരുത് എന്നൊക്കെ പറയും. ഉപ്പ് കുറവുള്ളതും കൊഴുപ്പിന്റെ അളവ് കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കുക. ശരീരഭാരം കുറയ്ക്കുക, വ്യായാമം ചെയ്യുക, പുകയിലയുടെ ഉപയോഗവും മദ്യപാനവും കുറയ്ക്കുക എന്നിവയാണ്. വ്യായാമം ചെയ്യുക, പുകവലിയുടെ ഉപയോഗവും മദ്യപാനവും കുറയ്ക്കുക. ഇനി ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളില് കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം. അപ്പൊ ഹൃദയാഘാതം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധമനികളില്, കൊറോണറി ധമനി എന്നുള്ള ഓർത്ത് വെക്കുക. ഏത് ധമനികളാണെന്ന് ചോദിക്കാം. ഏത് ധമനികളില് കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് ചോദിക്കാം. ഏത് ധമനിയാണ്? കൊറോണറി ധമനിയാണ്. കൊറോണറി ധമനികളില് കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് ഹൃദയാഘാതം എന്ന് പറയുന്നത്. നെഞ്ച്, കഴുത്ത്, താടി, പുറം അല്ലെങ്കിൽ കൈകൾ, തോൾ എന്നിവയിൽ ഇറുക്കമോ വേദനയോ, അതുപോലെ തലകറക്കം, ക്ഷീണം, ശ്വാസമുട്ടൽ, അസാധാരണമായ ഹൃദയമിടിപ്പ്, ഉത്കണ്ഠ എന്നിവയാണ് ലക്ഷണങ്ങൾ. ഇപ്പൊ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ആയിട്ട് എന്തൊക്കെ വരാം? നെഞ്ച്, കഴുത്ത്, താടി, പുറം അല്ലെങ്കിൽ കൈകൾ, തോൾ എന്നിവയിൽ ഇറുക്കമോ വേദനയോ അല്ലെ? മിക്കവാറും ഹൃദയാഘാതം ഉണ്ടാകുന്ന സമയത്ത് പുറത്തൊക്കെ ആൾക്കാർക്ക് പെട്ടെന്ന് വേദനയൊക്കെ വരാം അല്ലെ? കൂടുതലും അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ കാലിനൊക്കെ വേദന വന്നിട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. ഇറുക്കമോ വേദനയോ, അതുപോലെ തലകറക്കം, ക്ഷീണം, ശ്വാസം മുട്ടൽ, അസാധാരണമായ ഹൃദയമിടിപ്പ്, ഉത്കണ്ഠ എന്നിവയൊക്കെ ആയിരിക്കും ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം അനുഭവപ്പെടുന്ന നെഞ്ചുവേദന അറിയപ്പെടുന്നതാണ് ആഞ്ചിന എന്ന് പറയുന്നത്. ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം അനുഭവപ്പെടുന്ന നെഞ്ചുവേദനയ്ക്ക് പറയുന്നത് എന്താണ്? ആഞ്ചിന എന്നാണ്. ആഞ്ചിന.
ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി അവയുടെ വ്യാസം കുറഞ്ഞു വരികയും തന്മൂലം രക്തപ്രവാഹം കുറഞ്ഞു വരികയും ചെയ്യുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. അപ്പൊ അതിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്നത് എന്താണ്? ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി അവയുടെ വ്യാസം കുറഞ്ഞു വരികയും തന്മൂലം രക്തപ്രവാഹം കുറഞ്ഞു വരികയും ചെയ്യുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലീറോസിസ്. ഹൃദയത്തിലെ കൊറോണറി ധമനികളിൽ രക്തം കട്ടപിടിക്കുന്നത് മൂലം രക്തപ്രവാഹം സാധ്യമാകാതെ വരുന്ന രോഗം കൊറോണറി ഹാർട്ട് ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഹൃദയത്തിലെ കൊറോണറി ധമനികളിൽ രക്തം കട്ടപിടിക്കുന്നത് മൂലം രക്തപ്രവാഹം സാധ്യമാകാതെ വരുന്ന രോഗമാണ് കൊറോണറി ഹാർട്ട് ഡിസീസ്. അടുത്തൊരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം. ശരീരത്തിൽ ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഏത് ഹോർമോണിന്റെ പ്രവർത്തന വൈകല്യമാണ്? ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമുണ്ടാകുന്ന രോഗമാണ് പ്രമേഹം. ലോക പ്രമേഹ ദിനം കഴിഞ്ഞ ദിവസത്തെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നവംബർ 14 ലോക പ്രമേഹ ദിനം. പ്രമേഹത്തിന്റെ സാർവത്രിക ചിഹ്നം നീലവൃത്തമാണ്. പ്രമേഹത്തിന്റെ സാർവത്രിക ചിഹ്നം എന്ന് പറയുന്നത് നീലവൃത്തമാണ്. ശരിയായ അളവിൽ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യാൻ കഴിയാത്തത് മൂലം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം. അപ്പൊ എന്താണ്? ശരിയായ അളവിൽ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യാൻ കഴിയാത്തത് മൂലം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് പ്രമേഹം. ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അപ്പൊ എന്താണ്? ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ എന്താണ്? ഇൻസുലിൻ ആണ്. പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധനയിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ തോത് എത്രയായാലാണ് പ്രമേഹം എന്ന് അനുമാനിക്കാൻ കഴിയുന്നത്? 126/100 ml അപ്പൊ എത്രയാണ്? പ്രഭാത ഭക്ഷണത്തിന് മുമ്പുള്ള രക്തപരിശോധനയില് ഗ്ലൂക്കോസിന്റെ അളവ് 126 mg/100 ml ആണെങ്കിൽ അത് പ്രമേഹമുണ്ടെന്ന് കണക്കാക്കാം. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് ചോദിച്ചാൽ അത് ആഗ്നേയ ഗ്രന്ഥിയാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്? ആഗ്നേയ ഗ്രന്ഥിയുടെ വൈകല്യം മൂലമാണ്. ഇൻസുലിന്റെ ഉൽപാദനത്തിലെ കുറവോ പ്രവർത്തനത്തിലെ തകരാറുകളോ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുകയും അധികമുള്ള ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്ന രോഗമാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്. അപ്പൊ പ്രമേഹം എന്ന് പറയുന്നത് എന്താണ്? ഡയബറ്റിസ് മെലിറ്റസ് ആണ് അല്ലെ? ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അതായത് ഇൻസുലിന്റെ ഉൽപാദനത്തിലെ കുറവോ പ്രവർത്തനത്തിലെ തകരാറുകളോ കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുകയും അധികമുള്ള ഗ്ലൂക്കോസ് എങ്ങനെ പുറത്തു പോകും? മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. അതാണ് പ്രമേഹം അഥവാ ഡയബറ്റിസ് മെലിറ്റസ്. പ്രമേഹം 2 തരത്തിലാണുള്ളത്. ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവും നമുക്കറിയാം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. അപ്പൊ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്തത് മൂലം ഉണ്ടാകുന്നതാണ് ടൈപ്പ് 1 പ്രമേഹം എന്നറിയപ്പെടുന്നത്. ടൈപ്പ് 1 പ്രമേഹം ഒരു സ്വയം പ്രതിരോധ രോഗമാണ്. ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. അപ്പൊ എന്താണ്? ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ടൈപ്പ് 1 പ്രമേഹത്തിന്റെ കാരണമെന്ന് പറയുന്നത്. ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുന്നതാണ് ചികിത്സ. ജീവിതശൈലി രോഗമായി കരുതുന്ന പ്രമേഹത്തിന്റെ വകഭേദമാണ് ടൈപ്പ് 2 പ്രമേഹം. ജീവിതശൈലി രോഗമായിട്ട് കരുതുന്ന പ്രമേഹം ഏതാണ്? ടൈപ്പ് 2 പ്രമേഹമാണ്. അതായത് പൊണ്ണത്തടി, ജീൻ തകരാറുമാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണമായിട്ട് വരുന്നത്. അപ്പം ജീവിതശൈലി രോഗമായിട്ട് വരുന്നത് ഇപ്പൊ ഓപ്ഷനിലൊക്കെ ചിലപ്പോൾ 2 തരാം അല്ലെ? അപ്പൊ ടൈപ്പ് 2 പ്രമേഹമാണ് ജീവിതശൈലി രോഗമായിട്ട് വരുന്നത്. പൊണ്ണത്തടിയും ജീൻ തകരാറുമാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. ടൈപ്പ് 2 പ്രമേഹത്തെ ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്ന് അറിയപ്പെടുന്നു. ഇൻസുലിൻ പ്രതിരോധം കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. അടുത്തതാണ് പക്ഷാഘാതം. അടുത്തൊരു ജീവിതശൈലി രോഗമാണ് പക്ഷാഘാതം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതോ ആയ സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് മൂലമോ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലമോ 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്നതോ ആയ സെറിബ്രൽ പ്രവർത്തനങ്ങളുടെ തകരാറാണ് പക്ഷാഘാതം എന്ന് പറയുന്നത്. പക്ഷാഘാതം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ഉയർന്ന രക്തസമ്മർദ്ദമാണ്. പക്ഷാഘാതം ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? ഉയർന്ന രക്തസമ്മർദ്ദമാണ്. പക്ഷാഘാതം ഉണ്ടാകാനുള്ള മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ്? വാർദ്ധക്യം, പ്രമേഹം, പുകവലി, ഉയർന്ന കൊളസ്ട്രോൾ എന്നിവയൊക്കെ ആയിരിക്കും. വാർദ്ധക്യം, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, പുകവലി എന്നിവയൊക്കെ ആയിരിക്കും പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ.
അപ്പൊ ഇനി പക്ഷാഘാതം എങ്ങനെ തടയാം? പക്ഷാഘാതം തടയുന്നതിനുള്ള ഒരു മാർഗം എന്തൊക്കെയായിരിക്കും? ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങള്, വ്യായാമം, മദ്യം, പുകയില എന്നിവ ഒഴിവാക്കുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക എന്നിവയൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ. സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ സംഭവിക്കാവുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഇനി സ്ട്രോക്ക് നമുക്ക് ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരാളാണെങ്കിൽ കൂടി നമുക്കൊരു സ്ട്രോക്ക് എങ്ങനെയായിരിക്കും ഉണ്ടാകും, നമുക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം അല്ലെ? അപ്പൊ എന്തൊക്കെയായിരിക്കും സ്ട്രോക്ക് ഉണ്ടാവുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? മുഖത്തോ കയ്യിലോ കാലിലോ പെട്ടെന്നുള്ള മരവിപ്പ് അല്ലെങ്കിൽ ബലഹീനത. മുഖത്തോ കയ്യിലോ കാലിലോ പെട്ടെന്നുള്ള മരവിപ്പ് അല്ലെങ്കിൽ ബലഹീനത, പെട്ടെന്നുള്ള ആശയക്കുഴപ്പം, സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സംസാരം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. പെട്ടെന്നുള്ള ആശയക്കുഴപ്പം, സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സംസാരം മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. രണ്ടു കണ്ണുകളിലും അല്ലെങ്കിൽ ഒരു കണ്ണിൽ പെട്ടെന്നുണ്ടാകുന്ന കാഴ്ചക്കുറവ്, പെട്ടെന്ന് നടക്കാൻ ബുദ്ധിമുട്ട്, തലകറക്കം, തുലനാവസ്ഥ നഷ്ടപ്പെടുക, ഏകോപനം നഷ്ടമാകുക, ബോധം നഷ്ടപ്പെടുക എന്നിവ. അപ്പൊ എന്തൊക്കെയാണ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ? എന്തൊക്കെയാണ്? മുഖത്തോ കയ്യിലോ കാലിലോ പെട്ടെന്നുള്ള മരവിപ്പ് അല്ലെങ്കിൽ ബലഹീനത. അതായത് ഇപ്പൊ നടന്നു പോകുന്ന വഴിയായിരിക്കും പെട്ടെന്ന് നടക്കാൻ പറ്റാതെ വരിക അല്ലെ? സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ അവിടെ ഇരുന്ന് പോകും അല്ലെ? അതായത് കാല് നമുക്ക് ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. പെട്ടെന്നുള്ള ആശയക്കുഴപ്പം, സംസാരിക്കുന്നതിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സംസാരം മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെ? ചിലരൊക്കെ ആണെങ്കിൽ പത്രമൊക്കെ തലതിരിച്ചൊക്കെ പിടിച്ച് വായിക്കുന്ന അങ്ങനെ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പത്രമൊക്കെ തലതിരിച്ചിരുന്ന് വായിക്കുന്നു. അപ്പൊ അവർക്കത് പെട്ടെന്ന് അത് മനസ്സിലാകുന്നില്ല. പക്ഷെ അവരത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് തന്നെ അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാകാത്ത ഒരു അവസ്ഥ. രണ്ട് കണ്ണുകളിലും അല്ലെങ്കിൽ ഒരു കണ്ണിൽ പെട്ടെന്നുണ്ടാകുന്ന കാഴ്ചക്കുറവ്, പെട്ടെന്ന് നടക്കാൻ ബുദ്ധിമുട്ട്, തലകറക്കം, തുലനാവസ്ഥ നഷ്ടമാകുക, ഏകോപനം നഷ്ടമാകുക, ബോധം നഷ്ടപ്പെടുക എന്നിവയൊക്കെയാണ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ്. തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥയാണ് സെറിബ്രൽ ത്രോംബോസിസ് എന്നാണ് പറയുന്നത്. അടുത്തതാണ് ക്യാൻസർ. ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമാണ്. എല്ലാം ജീവിതശൈലി രോഗമല്ല, പക്ഷെ ക്യാൻസർ ജീവിതശൈലി രോഗമായിട്ടാണ് പൊതുവെ പറയുന്നത്. ജനിതക രോഗം ആയിട്ടും വരാം, പക്ഷെ ജീവിതശൈലി രോഗമായിട്ടും പറയാറുണ്ട്. കൂടുതലും ജീവിതശൈലി ആയിട്ട് ബന്ധപ്പെട്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളാണ് ഓങ്കോജീനുകൾ. ക്യാൻസറിന് കാരണമാകുന്ന ജീനുകളാണ് ഓങ്കോജീനുകൾ അല്ലെ? ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓങ്കോളജിയാണ് അല്ലെ? ക്യാൻസറിനെ കുറിച്ചുള്ള പഠനം ഓങ്കോളജിയാണ്. ക്യാൻസർ കോശങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന ശരീരദ്രവങ്ങളാണ് രക്തം, ലിംഫ് എന്നിവ. അപ്പം ക്യാൻസർ കോശങ്ങൾ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഏത് വഴിയാണ്? രക്തം വഴിയും ലിംഫ് വഴിയൊക്കെയാണ് വ്യാപിപ്പിക്കുന്നത്. സമ്പർക്ക തടസ്സത്താൽ മറ്റു കോശങ്ങളുമായി കോശങ്ങൾ സമ്പർക്കത്തിൽ വരുമ്പോൾ അവയുടെ അനിയന്ത്രിതമായ വളർച്ച തടയപ്പെടുന്നു. അർബുദ കോശങ്ങൾ ഈ സവിശേഷത നഷ്ടപ്പെടുന്നു. തൽഫലമായി അർബുദ കോശങ്ങൾ വിഭജനം തുടർന്നുകൊണ്ട് ഒരു കൂട്ടം കോശങ്ങളായി മാറുന്നു. ഇവയാണ് ട്യൂമറുകൾ എന്നറിയപ്പെടുന്ന മുഴകൾ. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയമാണ്. ക്യാൻസർ ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയമാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എപ്പിത്തീലിയയിലെ ക്യാൻസർ ആണ് കാർസിനോമ. കാർസിനോമ. എപ്പിത്തീലിയയിലെ ക്യാൻസർ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കാർസിനോമ എന്നാണ്. കാർസിനോമ. കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങളാണ് ത്വക്ക്, ശ്വാസകോശം, സ്തനങ്ങൾ. കാർസിനോമ ബാധിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ത്വക്ക്, ശ്വാസകോശം, സ്തനങ്ങൾ എന്നിവയിലാണ് കാർസിനോമ എന്ന ക്യാൻസർ ബാധിക്കുന്നത്. അടുത്താണ് യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ ആണ് സാർക്കോമ. യോജക കലയെ ബാധിക്കുന്ന ക്യാൻസർ സാർക്കോമ എന്നാണ് അറിയപ്പെടുന്നത്. സാർക്കോമ. സാർക്കോമ ബാധിക്കുന്ന ഭാഗം ഏതാണ്? അസ്ഥിയാണ്. സാർക്കോമ ബാധിക്കുന്നത് അസ്ഥിയിലാണ്. അസ്ഥിയിലാണ് സാർക്കോമ ബാധിക്കുന്നത്. അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നത് കാരണം ത്വക്കിനുണ്ടാകുന്ന അർബുദമാണ് മാലിഗ്നന്റ് മെലനോമ. അൾട്രാവയലറ്റ് കിരണങ്ങൾ അധികമായി ഏൽക്കുന്നത് കാരണം ത്വക്കിനുണ്ടാകുന്ന അർബുദമാണ് മാലിഗ്നന്റ് മെലനോമ. നമ്മൾ സ്കിൻ ക്യാൻസർ എന്നൊക്കെ പറയുന്നില്ലേ? മാലിഗ്നന്റ് മെലനോമയാണ്. ക്യാൻസറിന് കാരണമായ ഘടകങ്ങളാണ് പരിസ്ഥിതി ഘടകങ്ങൾ, പുകവലി, വികിരണം, വൈറസ്, പാരമ്പര്യ ഘടകങ്ങൾ എന്നിവ. ക്യാൻസറിന് കാരണമായ ഘടകങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പരിസ്ഥിതി ഘടകങ്ങൾ കാരണം, അതായത് മലിനീകരണമൊക്കെ മൂലം അങ്ങനെയൊക്കെ വരാം. പിന്നെ പുകവലി മൂലം വരാം. വികിരണം, വൈറസ്, പാരമ്പര്യ ഘടകങ്ങൾ എന്നിവയൊക്കെ മൂലം ക്യാൻസർ വരാം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിന്റെ ഐസോട്ടോപ്പ് കൊബാൾട്ട് 60 ആണ്. ജീവിതശൈലി രോഗങ്ങൾ വിലയിരുത്തുന്നതിനായി ആശാപ്രവർത്തകർക്കായി കേരള സംസ്ഥാന ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ പുറത്തിറക്കിയ സൗജന്യ ആപ്പാണ് ശൈലി ആപ്പ്. ജീവിതശൈലി രോഗങ്ങൾ വിലയിരുത്തുന്നതിനായി ആശാപ്രവർത്തകർക്കായി കേരള സംസ്ഥാന ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ പുറത്തിറക്കിയ സൗജന്യ ആപ്പ് ഏതാണ്? ശൈലി ആപ്പാണ്.
അപ്പൊ ഇത്രയാണ് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ട വസ്തുതകൾ.